ഇപ്പൊ പറയാൻ പോണത്, നിങ്ങൾ ഇപ്പൊ അവൻ പറയുന്നതും കേട്ട് അവന്റെ വാക്ക് വിശ്വസിക്കണ്ട. അവനെന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ഇപ്പൊ കാണിച്ചിട്ടിരിക്കുന്നത് മൊത്തത്തിൽ. അവൻ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, 2 അക്കൗണ്ടും എന്റെ കയ്യിലാണ്, ഈ 2 അക്കൗണ്ടും എന്റെ അക്കൗണ്ടാണ്. അപ്പൊ ഞാൻ അവന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ അക്കൗണ്ട്. പിന്നെന്ന് വെച്ചാ അവന് ഈ കുറെ ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ പിടിച്ച് അവന് ഞാൻ എല്ലാ ഫോട്ടോസും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നെ കാരണം. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോസും ഒരു കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ ഫോണൊന്നും റിക്കവർ എന്ന് പറഞ്ഞ സാധനമേ ചെയ്തിട്ടില്ല. അവൻ കുറെ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴോ എന്റെ കൂട്ടുകാരൊരു തമാശയ്ക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനാണ് അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. പക്ഷെ അവൻ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ എന്നെ അവൻ ഒന്നുമേ നോക്കിയിട്ട് കൂടിയില്ല. ഈ വാടക ഗർഭം വരെ എന്നെ കൊണ്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പറയുന്ന വിഷ്ണു എന്ന് പറഞ്ഞ ആള്. പിന്നെ ഒരു ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, പണിക്ക് പോയി നോക്കുന്നത്. പണിക്കൊന്നുമല്ല, റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരു ദിവസം പണിക്ക് പോയത്, അവൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അവൻ പണിക്കൊന്നും പറഞ്ഞ സാധനത്തിലേ പോകത്തില്ല. പിന്നെ അവന് റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ അവൻ ഓരോന്ന് കാണിച്ചിട്ടിരിക്കുന്നത്. ഈ അബി എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇവൻ പറയുന്ന പോലെ ഇവന്റെ കൂട്ടുകാരനല്ല ഒരിക്കലും ഈ അബി എന്ന് പറഞ്ഞ ആള്. ഒരിക്കലും കൂട്ടുകാരനൊന്നുമല്ല. ഇങ്ങനെ ഒരു ദിവസം ഒരു പരിപാടിക്ക് എന്തോ വന്ന് ഈ അവൻ ഡ്രം സെറ്റിൽ പോകണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് പണ്ടെപ്പോഴോ കണ്ടൊരു ഇത് മാത്രമാണ്. അല്ലാതെ ഈ കൂട്ടുകാരനെന്ന് പറഞ്ഞ ആളെ അല്ല ഇവന്റെ അബി. അത് ആദ്യം മനസ്സിലാക്കുക. അബി ഇവന്റെ കൂട്ടുകാരൻ ഒരിക്കലും അല്ല. അവന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളെയും കിട്ടിയിട്ടുണ്ട്. കുറെ ആൾക്കാർ പറയണം കേട്ടിട്ട് എന്നെ ഇങ്ങനെ ബാഡായിട്ട് പറഞ്ഞ് നടക്കുവാണ്. എന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നത്. ഇഷ്ടമുള്ള ആൾ ഒരിക്കലും ഇങ്ങനെ ബാഡായിട്ടൊന്നും പറയില്ല. പിന്നെ ഞാനിത് നിങ്ങളെ കൊണ്ട് പറയൂ, നിങ്ങൾ ആദ്യം അവനെ മനസ്സിലാക്കല്ലേ. എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ ഒരേന്നൊക്കെ അവനിപ്പോ വന്നിട്ട് കുറച്ച് കേസുണ്ട്. അവന് വന്നിട്ട് കുറച്ച് വണ്ടി കേസുണ്ട്, പിന്നെ വന്നിട്ട് ഒരു കഞ്ചാവ് കേസ് കുറച്ചുണ്ട്. അപ്പൊ അതിൽ ഒരു കേസ് 1-2 കേസ് ഇപ്പൊ അവന് വാറണ്ടാണ്. അത് അവന്റെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറെ കാര്യങ്ങൾ അവന് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടി എടുത്തിരിക്കുന്നതും അത് എന്റെ പേരിൽ എന്റെ അക്കൗണ്ട് വരെ അക്കൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഇടാൻ പറ്റത്തില്ല. ആ വണ്ടിക്കാരാണ് പിടിച്ചിട്ട് പോണത്. പിന്നെ അതല്ലാതെ അവന് പിന്നെ ഈ എല്ലാരും ഇപ്പൊ കൊച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അബീന്റെ കൊച്ച്. അങ്ങനെ എനിക്ക് കൊച്ചും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവനായിട്ട് ഇങ്ങനെ എല്ലാവരും കൊണ്ട് ചുമ്മാ പറഞ്ഞ് നടക്കുവാണ്. അങ്ങനെ ഒരു കൊച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ വന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഒരു ഫോൺ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പൈസ വെച്ചിട്ടായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടി എനിക്കൊരു ഫോൺ, നല്ല ഫോണില്ല. അവന് വന്നിട്ട് ഒരു സാംസങ് S22 Ultra എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി അവൻ കൊണ്ടുപോയി. പല സാധനങ്ങളും ഞാൻ വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നെ അവൻ നോക്കിയിട്ടുണ്ടെന്ന് അവൻ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നെ നോക്കിയിട്ടൊന്നുമില്ല. എന്നെ ഇങ്ങനെ അവൻ ഡ്രം സെറ്റിന് പോകും. അവിടെ അത്രയും വോയിസ് ഉള്ള സ്ഥലം, അവിടെ കൊണ്ടാണ് അവൻ കൊണ്ടിട്ടിട്ടുള്ളത്. അവിടെ ആർക്കും ഇതൊന്നും ആരും വിശ്വസിക്കത്തൊന്നുമില്ല. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ കൊട്ടാൻ പോണവർക്ക് എന്തായാലും അവിടെ വന്നിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്ന. ഇനിയിപ്പോ അവൻ പാർട്ട് 2 എന്ന് പറഞ്ഞ അടുത്ത വീഡിയോ എന്നെ പറ്റിയിട്ടായിരിക്കും ഇടുന്നത്. പക്ഷെ അവൻ പറയട്ടോ, കുഴപ്പമില്ല.